അടുത്ത സ്റ്റാർ എന്ന് പറയുന്നത് അനിത ചേച്ചിയാണ്. അനിത ചേച്ചിയുടെ കരിമീൻ ഫ്രൈ ആണോ? സസ്പെൻസാ എല്ലാം സർപ്രൈസാ. നമുക്ക് ഇനി കഥ ബാക്കി കാണാം. ചേച്ചി ഇതാ എത്തിയിരിക്കുന്നു. അനിത ചേച്ചി ആയോ? ഇതൊക്കെ കണ്ടിട്ട് തന്നെ എനിക്ക് കൊതിയാവും. എന്ത് മീനാ അത്? പൂമീൻ. ഇന്ന് നമ്മൾ തിന്നാൻ പോകുന്നത് പൂമീനാണ്. മീൻ കറി ഉണ്ടല്ലോ, അതും പൂമീനാണോ? അയലക്കറി പൂമീൻ ഫ്രൈയുമാണ് ഇന്ന് നമ്മൾ. അതൊരു കുറച്ച് മതി കൂടിപ്പോയി. ചേച്ചി എന്നോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിച്ചതാ. ഇവിടുത്തെ ഞാനിപ്പം ഏതാണ്ട് ഒരു 2 മാസമാകുന്നു ഇവിടെ ഈ കൂപ്പിളിക്കാട്ട് ഹോം സ്റ്റേയിൽ താമസം തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആണ് അഫ്സൽ. ചേച്ചി കുറച്ച് ചോറ് ഇല്ല, മറ്റവരുണ്ട്, അനിലുണ്ട്, സംവിധായകൻ അനില്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം അങ്ങനെ വരുന്നു. ആ ഇഷ്ടപ്പെടുത്തുന്നതിലെ ഒരു പ്രധാന ആളാണ് അനിത. കൈപ്പുണ്യമുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരു ലെമൺ ടീ കുടിച്ചാൽ പോലും അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. എന്തായാലും പക്ഷെ ഇപ്പൊ നമ്മളെ കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ നമ്മളെ ഇങ്ങനെ പ്രാകുന്നുണ്ടായിരിക്കും. ഇവർ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം അവിടെ നിന്ന് കഴിക്കുന്നു. പ്രത്യേകിച്ച് കരിമീന്റെ ഒരു പരിപാടിയുണ്ട്. അയ്യോ, കരിമീൻ വന്നില്ലല്ലോ ചേച്ചി. വരുന്നുണ്ടോ? കരിമീൻ കിട്ടിയില്ല. കരിമീന്റെ ഒരു ഉഗ്രം പരിപാടി അനിതയ്ക്കറിയാം. അവനെ അങ്ങനെ പൊള്ളിച്ചെടുക്കും, വാഴയിലക്കകത്തൊക്കെ വെച്ച്. കുറച്ച് മെനക്കെട്ട പണിയാണ്, പക്ഷെ അത്ര പൊള്ളിച്ചെടുത്താലെന്താണ്, അതങ്ങനെ കഴിക്കാൻ തുടങ്ങിയ നമ്മൾ ഒന്നുകൊണ്ടൊന്നും നിർത്തത്തില്ല. അത്ര ഗംഭീരമാണ്. ആ കരിമീൻ പൊള്ളിച്ചത് മുമ്പിൽ വന്നാലുണ്ടല്ലോ എന്റെ സാറേ, പിന്നെ ചുറ്റിനുള്ളതൊന്നും കാണാൻ പറ്റൂല. തട്ടം കൊണ്ടിങ്ങനെ പൊതിഞ്ഞിട്ട് ചുറ്റും നോക്കുമ്പോൾ ബാലേട്ടനെ ഈ കുക്കിങ്ങിനെയും ഭക്ഷണത്തിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് നളനെ ഓർമ്മ വന്നത്. നളൻ ഭയങ്കര കുക്കാണല്ലോ. പക്ഷേ ബാലേട്ടനൊരു നളൻ നാടകം, നള ദമയന്തിയാണോ അതോ നളചരിതമാണോ, എന്താണ്? അതൊരു മാറാമറയാട്ടം നേരം പോക്കെന്നും പറഞ്ഞൊരു നാടകം നളചരിതം ആസ്പദമാക്കിയുണ്ട്. നീ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് പിടികിട്ടി, മനസ്സിലായല്ലോ. അത് കല്യാണ സൗഗന്ധ്യം എന്ന് പറയുന്ന ഒരു നാടകവും എഴുതിയിട്ടുണ്ട്. അതാണോ ഉദ്ദേശിച്ചത്? നളന്റെ നാടകം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നളചരിതം എങ്ങനെയൊന്ന് അതെന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കഥകളിയിലും ഒക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളൊരു കൃതിയാണ്. അപ്പം എനിക്കൊരു കുസൃതിത്തരം തോന്നി. ഇതിൽ ഞാൻ എണ്ണി നോക്കി ഇതിനകത്ത് എത്ര നളനുണ്ടെന്ന്. നമ്മുടെ മനസ്സിൽ ഒരു നളനല്ലേ ഉള്ളൂ, ഇതിനകത്ത് ഒരു 5-10 നളന്മാരുണ്ട്. പല രീതികളിൽ വേഷം മാറി വരുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. പിന്നെ ഇത് തന്നെ ബാഹുകനായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണ് ഇയാള് പാമ്പ് കടിയേറ്റതിന് ശേഷമുള്ള മാറ്റം, ഈ ഒരുപാട് ഇതിന്. അപ്പൊ എനിക്ക് ഈ നളനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് ഹൊറിസോണ്ടലായിട്ട് ഒന്ന് നിരത്തി നിർത്തിയാൽ എങ്ങനെ ഇരിക്കും എന്ന് തോന്നിയതിന്റെ ഫലമാണ് ഈ മാറാമറയാട്ടം നേരം പോക്ക്. അത് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ ജി ശങ്കരപ്പിള്ളയുടെ ജനുവരി 1-ാം തീയതിയുള്ള ഒരു അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു ദിനമാണ്. അന്ന് ഞങ്ങൾ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ അധ്യാപകരും വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റിയിലുള്ള ഇതര സ്റ്റാഫുകളും ഒക്കെ കൂടെ ചേർന്നാണ്. അതിന്റെ രസകരമായ ഒരു സംഭവം മാത്രമേ ഞാൻ പറയാം. അതിന്റെ റിഹേഴ്സൽ സമയത്ത് അവിടുത്തെ ഓഫീസിലെ ക്ലറിക്കൽ പോസ്റ്റിലൊക്കെ ഉള്ളവരൊക്കെ ആണ് ഇതിനെ അഭിനയിക്കാൻ വരുന്നത്. ഒരു രവിയണ്ടെന്ന് പറഞ്ഞ ഒരു ലൈബ്രറിയൻ ഉണ്ട്, ഷാജി എന്ന് പറയുന്ന നമ്മുടെ ഒരു അവിടെ ജോലി ചെയ്യുന്ന ഒരാള്, ഇങ്ങനെ പലരും ഉണ്ട്. പിള്ളേർക്ക് വേണ്ടി അല്ലല്ല, മുതിർന്ന സ്റ്റാഫും ഞങ്ങളൊക്കെ കൂടെ ചെയ്യുന്നു. അപ്പോൾ എന്നും ഈ റിഹേഴ്സലിന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇവരാരും എത്തത്തില്ല. കാര്യം ഇവർക്ക് പല പല പണികളും പല കാര്യങ്ങളും. ഇന്ന് 2 പേര് വന്നാൽ നാളെ 3 പേര് കാണത്തില്ല, നാളെ 3 പേര് വന്നാൽ പിന്നെ 5 പേര് കാണത്തില്ല. ഒരിക്കലും യവന്മാരെ എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് റിഹേഴ്സൽ എടുക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം പിരിയാൻ നേരം ഈ ഷാജി എന്നോട് പറഞ്ഞു, ബാലേട്ട ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നാടകം നമുക്കൊരിടത്ത് കൊണ്ട് എത്തിക്കാൻ പറ്റും, സാറ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആവണം, ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ഇപ്പം എല്ലാവരോടും പറയണമെന്നേ, നിങ്ങൾ ഇത്ര ഒരു 4:30 ആകുമ്പോഴത്തേക്കും
ആകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയും. അത് എല്ലാ ദിവസവും വരണം, ഒരു ദിവസവും വരാതിരിക്കരുത്. എല്ലാ കണ്ടിന്യൂസ് നമുക്ക് ഇതൊക്കെ കൂടെ തറപ്പിച്ച് പറയണം. യവനൊക്കെ ശമ്പളം വാങ്ങിച്ച് ജോലിയും ചെയ്തുകൊണ്ട് മാത്രം ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് ഇളക്കി. എന്നിട്ട് അപ്പോഴത്തേക്ക് അവൻ്റെ വണ്ടി വരാറായി, ഈ റോഡിൽ നിൽക്കുക. അപ്പം അങ്ങനെ എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു വരുത്തണം. പിന്നെ എനിക്ക് വണ്ടി വന്നു, ഞാൻ ഇനി ഒരു മാസത്തേക്ക് കാണത്തില്ല, ഞാനങ്ങ് പോവാ. ഇയാളെ കൈയും വീശി വണ്ടി കയറി അങ്ങ് പോയി. നല്ലൊരു ഉപദേശം തന്നെ എന്ന് പറഞ്ഞെങ്കിലും ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആള് തിരിച്ചു വന്നു. അത് വേറെ കാര്യം. എന്നാൽ ഇതുപോലെ എന്നാൽ ഇവരെ എല്ലാരെയും കൂടെ ഞാൻ കാണുന്നത് സ്റ്റേജിൽ. നാടകം നടന്ന ദിവസം സ്റ്റേജിൽ വെച്ച യവന്മാർ ഇത്ര പേരുണ്ടെന്നും സ്റ്റേജിൽ വെച്ചാണ്. പിന്നെ ആ നാടകത്തിന്റെ സ്ട്രക്ചറിന് ഒരു ഗുണമുണ്ട്, അത് നമുക്ക് ഇടപെടാം. ഇത് പ്രേക്ഷകൻ ഇത് നാടകമാണ് നടക്കുന്നതെന്ന് കണ്ടോണ്ടിരുന്നാൽ മതി. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റിയാലും അവർക്കും ഇതെന്തുവാണ് ഈ തെറ്റ് ചെയ്യുന്ന പറയുന്നത്, ഇത് നിന്റെ ഡയലോഗ് അല്ലല്ലോ, എന്റെ ഡയലോഗ് അല്ലയോ എന്നൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ പറയാൻ അത്ര ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു നാടകമാണ്. ബാലേട്ടന്റെ ശരിക്കുള്ള സ്വഭാവത്തിലുള്ള ആ ഒരു ഘടന തന്നെ. അപ്പം കല്യാണ സൗന്ദര്യമോ? കല്യാണ സൗന്ദര്യം സത്യം പറഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ പോകാൻ ഒരു ട്രൈ ഔട്ട് നടത്തിയ നാടകം. ഈ രീതിയിൽ ഇത് നാടകമാണ് എന്നറിഞ്ഞുകൊണ്ടും തെറ്റുകുറ്റങ്ങൾ വന്നാലും അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നും ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്നൊരു നാടകമായിട്ടാണ് ചെയ്തത്. അത് പിന്നെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പോയി സമ്മാനമൊക്കെ വാങ്ങിച്ചു.